അവിടെ ചെയ്യുന്ന പേഴ്സണൽ ഹറാസ്മെന്റ് തന്നെയാണ് അനുമോളോട് ചെയ്യുന്നത്. കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഒന്നുമല്ല. ഞാൻ അടുത്ത പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ്. ഇന്ന് അനുമോൾക്ക് പീരിയഡ്സ് ആയിട്ടിരിക്കുകയാണ്. അപ്പം ഒരു പെൺകുട്ടിക്ക് പീരിയഡ്സ് ആകുമ്പോൾ ആ പെൺകുട്ടിക്ക് ഭയങ്കര ദേഷ്യവും ചില സമയങ്ങളിൽ അവർക്കൊന്ന് റെസ്റ്റ് എടുക്കണം ഒക്കെ തോന്നും. അനുമോൾ അവിടെ കടന്ന സമയത്ത് ഉറങ്ങിയില്ല, നോട്ട് ദ പോയിന്റ്. കടന്നുകൊണ്ടിരുന്ന സമയത്ത് ആരും വന്ന് എല്ലാവരും ഇടയേക്കട എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസും ഇവരെല്ലാം അവിടെ കിടപ്പുണ്ട്. അവരൊന്നും ഏൽപ്പിക്കാതെ നെവിൻ അവിടെ വന്ന് അനുമോളെ ഏക്കാൻ പറഞ്ഞു. ഞാൻ ക്യാപ്റ്റനാണ്, ഏക്കാൻ പറയുന്നു. അനുമോൾ പോടാന്ന് പറയുന്നു. വെള്ളം എടുത്തുകൊണ്ട് അനുമോളുടെ ദേഹത്ത് വെക്കുന്നു. അനുമോൾ പോയി നെവിൻ്റെ ദേഹത്ത് തേക്കുന്നു. പിന്നെ ഒരു വലിയ പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് അനുമോളുടെ ഈ ബെഡിൽ ഒഴിക്കുകയാണ്. ഒരു കാര്യം, ഒരു പെൺകുട്ടിക്ക് വയ്യാതെ വരുമ്പോൾ പീരിയഡ്സ് ആകുന്ന സമയത്ത് നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അവർക്കൊരു ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ ഇങ്ങനെയുള്ള വൃത്തികെട്ടമാർ എന്ത് ചെയ്താലും ബിഗ് ബോസോ ലാലേട്ടനോ ഒന്നും പറയത്തില്ല. വളരെ പേഴ്സണൽ ഹരാസ്മെന്റ്, അല്ലാതെ ഗെയിമും കുന്തവും കുടച്ചക്രവും ഒന്നും അല്ല. ബിഗ് ബോസിന്റെ വായിക്കകത്ത് അമ്പഴങ്ങ തിരിഞ്ഞിരിക്കുകയാണോ? എടാ ഊള ബിഗ് ബോസ്, നിന്റെ വായിക്കകത്ത് അമ്പഴങ്ങ തിരിഞ്ഞിരിക്കുകയാണോ? നമുക്കൊരു മനസാക്ഷിയുണ്ട്. ഒരു പെൺകുട്ടിക്ക് പീരിയഡ്സ് എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിക്ക് ഓരോ മാസത്തിൽ അത് അനുഭവിക്കുന്ന വേദനകൾ, യാതനകൾ ഇതെല്ലാം ഉണ്ട്. എന്ന് അതുപോലും വളരെ മോശമായ കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ കണ്ട് സങ്കടം വന്നു. ഇനി കുറെ ലവന്മാർ വന്നിട്ട് പറയും അനുമോളുടെ PR ആണ്, 16 ലക്ഷം രൂപ തന്നത് അനുമോൾ നിങ്ങൾക്കാണ്, എനിക്ക് തന്നെയാണ്. നിനക്കൊക്കെ എന്താ ചെയ്യണം? എനിക്ക് തന്നെയാണ് അനുമോൾ 16 ലക്ഷം രൂപ തന്നത്. ഞാൻ അനുമോളുടെ PR തന്നെയാണ്. ഞാൻ അനുമോളെ അതുപോലെ നെവിനെയൊക്കെ പൊക്കി ഒരുപാട് വീഡിയോ ചെയ്യുന്നുണ്ട്. ആര് തെറ്റ് കാണിച്ചാലും അത് ചൂണ്ടിക്കാണിക്കണം. അല്ലാതെ നിന്റെയൊക്കെ ഇഷ്ടത്തിനും അനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് വീഡിയോ ഇടാമെങ്കിൽ നിങ്ങളുടെയൊക്കെ ഇത് പറ, ഞാൻ ഇട്ടുതരാം. നമ്മളിപ്പോൾ അവർ ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഓടി വന്നിട്ട് അനുമോളുടെ PR ആണോ, അനീഷിന്റെ PR ആണോ, ഷാനവാസിന്റെ PR ആണോ എന്നും പറഞ്ഞാണ് ഓരോരുത്തർ ചോദിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു പെൺകുട്ടി പീരിയഡ്സ് ആയിരുന്ന ഒരു പെൺകുട്ടിയെ ഇത്രമാത്രം ദ്രോഹിക്കണമെങ്കിൽ പേഴ്സണൽ ഹറാസ്മെന്റ് തന്നെയാണ്. നെവിനെ എതിരെ അനുമോളുടെ വീട്ടുകാർ സത്യമായ കേസ് കൊടുക്കണം. ബിഗ് ബോസിന്റെ വായി അമ്പഴങ്ങിയാണ്. ലാലട്ടം വന്ന അനുമോളുടെ മെക്കെട്ട് കയറുള്ളൂ, അതിലൊരു സംശയവുമില്ല. ഇത് അനുമോളുടെ വീട്ടുകാർ നെവിന്റെ പേരിൽ പേഴ്സണൽ ഹറാസ്മെന്റ് എന്നും പറഞ്ഞ് ഒരു കേസ് അങ്ങോട്ട് തിരിച്ച് കൊടുക്കാനാണ് വേണ്ടത്. അപ്പോൾ അവൻ്റെ ആ സൂക്കടങ്ങ് തീരും. ഇത് ഗെയിമല്ല, ഇതിന് ഗെയിം എന്ന് പറയാൻ പറ്റും. ഗെയിം എന്ന് പറയുമ്പോൾ ഇതാണ് ഗെയിം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, റോക്കി സിജോനെ ഇടിച്ച് സിജോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, ഇത് ഗെയിമാണോ? ഈ ഗെയിമാന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ലാലേട്ടൻ ഉൾപ്പെടെ, അവരോട് ഞാൻ ചോദിക്കുവാണ്, ഇത് ഗെയിമാണോ? ഇനിയിപ്പോൾ ലാലേട്ടൻ വന്ന് ഇത് ഗെയിമാണ് എന്നേ അങ്ങേര് പറയുള്ളൂ. ബിഗ് ബോസും മിണ്ടത്തില്ല, വായിൽ അമ്പഴങ്ങയാണ്. ഇത് ഈ ഏറ്റവും മോശമായ ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞ ആളാണ് ഇപ്പം അവിടെ ഇരിക്കുന്നത്. അവരുടെ ആ ഇത് വളരെ മോശമായി. ഒരു പെൺകുട്ടിയെ ഇത്രമാത്രം പേഴ്സണൽ ഹരാസ്മെന്റ്, ഇത്രമാത്രം ടോർച്ചറും ചെയ്ത് ഇത്രമാത്രം ഉപദ്രവിക്കുകയും ചെയ്ത ഒരു വ്യക്തിനെ ഒരു വാൺ പോലും ചെയ്യാതെ അവിടെ ഇരിക്കുക. നമുക്കൊരു ഒരു മനസാക്ഷി വേണം. ഒരു പീരിയഡ്സ് ആകുമ്പോൾ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഞാൻ നേഴ്സിംഗ് പഠിച്ച ഒരാളാണ്, എനിക്ക് നന്നായിട്ടറിയാം എങ്ങനെയാവുമെന്ന്. എനിക്ക് ഒരുപാട് ലേഡീസ് പെൺകുട്ടികളും ഒക്കെ ആയിട്ട് ഞാൻ വർത്തമാനം പറയുമോ, ഞങ്ങളുടെ ഏറ്റവും ഫ്രണ്ട്സ് എനിക്കുണ്ട്. പക്ഷേ അവരെല്ലാം പറഞ്ഞിട്ടുണ്ട് പീരിയഡ് സമയങ്ങളിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങൾ, നമ്മൾ പഠിച്ചതായതുകൊണ്ട് എനിക്ക് കൂടുതൽ അറിയാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, എന്തോ ആയിക്കോട്ടെ, ഒരു പെൺകുട്ടി എന്ത് ഗെയിമോ കുന്ത്രാണ്ടോ ആയിക്കോട്ടെ, ഒരു പെൺകുട്ടിക്ക് ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് വരെ അവഗണിച്ചിട്ട് വന്ന് ഈ ഗെയിം എന്ന് പറഞ്ഞ് ഇവൻ കാണിക്കുന്ന പട്ടി ഷോ എന്ന് പറയുള്ളൂ. പല വലിയ യൂട്യൂബർമാരുണ്ട്, ഇവരെ ന്യായീകരിച്ചുകൊണ്ട് വീഡിയോ ഇട്ടിട്ട് അവരുടെ ഇൻബോക്സ് ഇതാക്കി വെച്ചിരിക്കുക, കമന്റ് ബോക്സ് ബ്ലോക്കാക്കി വെച്ചിരിക്കുക. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇവൻ കാണിച്ച വേറെ പട്ടി ഷോ. സത്യം പറയാം, ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നു അവരെ കാരണം കൂറ്റി ഒരെണ്ണം പൊട്ടിക്കാനാണ് തോന്നി. എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ അഭിപ്രായം രേഖപ്പെടുത്തുക. നല്ലൊരു ദിവസം എല്ലാവർക്കും. ശുഭരാത്രി. താങ്ക് യു.